നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഞാൻ ഈ കുപ്പി എടുത്തേക്കാണ്. നമുക്ക് ഈ കുപ്പിയുടെ മുകളിൽ അതിന് ബേസ് കോട്ട് പോലെ കൊടുക്കണം. അതിന് ഞാൻ ഫെവിക്കോളും വെള്ളം കൂടിയിട്ടൊരു മിക്സ് ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ ബോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേക അളവൊന്നുമില്ല. നമുക്ക് ബോട്ടിലേക്ക് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടത്ര ഫെവിക്കോൾ നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പം നമ്മൾ ബോട്ടിൽ ഫുൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് കഴിഞ്ഞു. നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇപ്പം നമ്മുടെ കുപ്പി നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിതിന് മുകളിലൊരു കോട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ആഷ് കളറാണ് കൊടുക്കുന്നത്. അതിന് നമുക്ക് വൈറ്റ് കളർ പെയിൻറ്റും ബ്ലാക്കും കൂട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പം നമുക്ക് ബോട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റ് കളർ എടുക്കാം. എന്നിട്ടൊരു ലേശമാണ്. അപ്പോൾ ഇതിൻ്റെ മൂന്നിലൊരു ഭാഗമാണ് നമുക്ക് ബ്ലാക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ആഷ് കളർ കിട്ടുക. ഇനി നമുക്ക് മിക്സ് ചെയ്ത പെയിൻറ്റ് നമുക്ക് ബോട്ടിലേക്ക് അടിച്ചു കൊടുക്കാം. ഇത് കമ്പിയാണ്, മറ്റേ പൂവുണ്ടാക്കണ കമ്പി. അപ്പോൾ നമുക്ക് കമ്പിയും രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്, കുറച്ച് കട്ടിയിൽ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഇതിന് നടുവിലായിട്ട് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് കമ്പി ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ പൂമുട്ട് പോലത്തെ ഒരു പൂവാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഏകദേശം ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്ത ഷെല്ലിൽ അതേ വലുപ്പത്തിലുള്ള ഷെല്ല് വെച്ചിട്ട് സാധാരണ പിസ്ത എങ്ങനെ ഉണ്ടാവും അതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം.
ഇനി രണ്ടിൻ്റെയും മറ്റേ ഗ്യാപ്പിലായിട്ട് ഗ്ലൂ വെച്ചിട്ട് അവിടെയും കൂടി നമുക്കൊരു ഷെല്ല് ഒട്ടിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ മറ്റേ വശത്ത് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പൂവ്. ഞാനൊരു കുഞ്ഞൊരു മുട്ട് പോലത്തെ പൂവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനിപ്പോൾ 8 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് മുകളിൽ സ്റ്റെമ്മിന് നമുക്ക് ഒരു ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കാം. പെയിൻറ്റിനേക്കാൾ നല്ലത് നമുക്ക് ഇങ്ങനെ ഗ്രീൻ ടാപ്പ് ഒട്ടിച്ച് കൊടുക്കാവും. ഇതിൻ്റെ മുകളിൽ പശ ഉണ്ട്. ഇതിനെ വലിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ പശ വരും. അത് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇതിൻ്റെ മുകളിൽ ചുറ്റി കൊടുക്കാം. അപ്പം നമ്മളെല്ലാം ഗ്രീൻ ടേപ്പ് ചുറ്റി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ലാവൻഡർ കളറാണ് ഇപ്പോൾ അടിച്ചു കൊടുക്കുന്നത്. ഞാനിപ്പോൾ 2 പൂവിന് ഒരേ കളറാണ്, ഒരു മൾട്ടി കളറാണ് ഉദ്ദേശിക്കുന്നത് അടിച്ചു കൊടുക്കാൻ. ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ നമുക്ക് ഇനി ഒരു മുന്തിരി കളർ മിക്സ് ചെയ്തിട്ട് എടുക്കാം. മറ്റേ ഈ പൂവിന് കൊടുക്കാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് റെഡും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത മറ്റേ ലാവൻഡർ കളറും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കളർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു പഴയൊരു കല്യാണക്കത്താണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇലയ്ക്ക് വേണ്ടിയിട്ട് ഈ കാർഡ്ബോർഡ് കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊരു നീളമുള്ള ഒരു ഇല കട്ട് ചെയ്തെടുക്കാം. ഞാനിത് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ നല്ല നീളത്തിൽ ഇലയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലേ വെച്ചിട്ടൊക്കെ ഇല ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇലയ്ക്കൊക്കെ ഒന്ന് കളർ ചെയ്ത് കൊടുക്കാം. ഞാൻ സാഫ്റ്റീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുപ്പി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇത് സിൽവർ പേൾ കളറാണ്. അപ്പം ഞാൻ വെറുതെ ഒന്ന് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കത് വിരലുകൊണ്ട് തന്നെ നമുക്കത് ബോട്ടിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അധികമൊന്നുമില്ല, കുറച്ചെടുത്തിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് തന്നെ കൈ വെച്ചൊന്ന് വിരിച്ച് കൊടുത്താൽ മതി. നമുക്ക് ബോട്ടിൽ ഫുള്ളൊന്ന് ചെയ്ത് കൊടുക്കാം. അതൊക്കെ ഇവിടെ നിന്ന് കട്ട പിടിച്ച് നിൽക്കാത്ത വിധത്തിൽ വേണം നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. അങ്ങനെ കട്ട പിടിക്കാതൊക്കെ നമ്മൾ കാണാൻ വൃത്തി ഉണ്ടാവുള്ളൂ. നമ്മളിനിപ്പോൾ ഫ്ലവർ ബോട്ടിൽ ഒട്ടിക്കാൻ പോവുകയാണ്. ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് തന്നെ ഫ്ലവർ അറേഞ്ച് ചെയ്യാം ബോട്ടിലിൽ. അപ്പോൾ ഞാൻ കുഞ്ഞ ബോട്ടിലായ കാരണം ഇങ്ങനെ വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ വെച്ച് നോക്കുകയാണ് എങ്ങനെയാവും ഭംഗി ഉണ്ടാവുക എന്നൊക്കെ ഒന്ന് വെച്ച് നോക്കുക. ഞാനൊരു ഈ ഒരു രീതിയിലാണ് ഇത് ബോട്ടിൽ ഒട്ടിച്ചെടുക്കണത്. അപ്പോൾ നമ്മുടെ ഈ ബോട്ടിലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.